Good morning, friends. A wonderful Magara Sankranti day. Today is Magaram 1st. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. യു ക്യാൻ വിൻ ബൈ ശിവക്കേര. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, വാട്ട്സ് ദ സീക്രട്ട് ഓഫ് സക്സസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരേ ഒരു ആൻസർ പറഞ്ഞാൽ മതി. A stands for your attitude. And H stands for your happiness. And A stands for your action. So what is the secret of success, my dear friends? Being Magar Sankranti, what is the secret of success? A stands for attitude, H stands for happiness, and A stands for action. Now, we were talking about attitudes, positive and negative attitudes. We talked a lot about positive attitudes. How do you identify a person who is negative? Negative people will always criticize. They will criticize on any matter. Shivakera is telling one or two examples. One is regarding Robert Fulton, who invented the steamboat. ഈ സ്റ്റീം ബോട്ട് ഇൻവെൻറ്റ് ചെയ്ത റോബർട്ട് ഫൾട്ടൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സ് കൂടിയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോയി. അപ്പോൾ ഫ്രണ്ട്സ് ഒരുത്തം പറഞ്ഞു ഇത് സ്റ്റാർട്ടാകാൻ പോകുന്നില്ല, അതിൻ്റെ കൂടുതൽ നെഗറ്റീവ്. അപ്പോൾ അങ്ങനെ ഇത് സ്റ്റാർട്ടാകാനാവില്ല, ഇത് വെറുതെ ഒരു ഇടപാടാണ്. ഞാൻ വന്നു, അവസാനം അത് അപ്പോൾ ട്രൈ ചെയ്ത് സ്റ്റാർട്ടായി, വെള്ളത്തിലേക്ക് സ്റ്റാർട്ടായി, അത് ഓടിത്തുടങ്ങി. അപ്പോൾ ഇവൻ പറഞ്ഞു ഇതിന് നിർത്താൻ പറ്റില്ല, ഇത് മിക്കവാറും ഓടിക്കാൻ പോകും. So always they will find the negative part of it. ചിലർ നമ്മുടെ കാരിയറിനെ ക്രിട്ടിസൈസ് ചെയ്യും, ചിലർ നമ്മുടെ സ്വഭാവത്തെ ക്രിട്ടിസൈസ് ചെയ്യും. പീപ്പിൾ ഫൈൻഡ് ഫോൾട്ട് വിത്ത് എവറി പേഴ്സൺ ആൻഡ് എവറി സിറ്റുവേഷൻ. ഇത് നമ്മുടെ വീടുകളിൽ കാണാം, ഓഫീസിൽ കാണാം, ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് എല്ലായിടത്തും കാണാം. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എനർജി സക്കേഴ്സ്. എനർജി സക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് തീരുമാനിച്ച് പോവുകയാണെങ്കിൽ അവർ നമ്മുടെ എനർജി മുഴുവൻ എടുത്ത് കളയും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മോട്ടിവേഷനെ കേട്ട് ഒരു പയ്യൻ പറയാണ് ഐ വാണ്ട് ടു ഗോ ഫോർ IAS, എനിക്ക് IAS എടുക്കണം, ഐ വുഡ് ലൈക്ക് ടു ബിക്കം എൻ IAS ഓഫീസർ. ഉടനെ ഇങ്ങനെയുള്ള എനർജി സക്കർ പറയും, അലിച്ചിട്ട് പറയും, നീ അറിഞ്ഞില്ലേ നമ്മുടെ അടുത്തുള്ള ഗോപാലൻ ഇതേമാതിരി തുള്ളിച്ചാടിയത്, അവനിപ്പോൾ എവിടെയാണ്, ക്ലർക്ക് പോലും ആയില്ല. അതായത് എന്തെങ്കിലും ഒരാൾ ചെയ്യാൻ പോകുമ്പോൾ അവൻ്റെ ഉള്ള എനർജി മുഴുവൻ കളയും, നിരുത്സാഹപ്പെടുത്തും. അതാണ് എനർജി സക്കേഴ്സ്. ഒരു കൊച്ചു കഥ പറയാം, ശിവകര പറഞ്ഞ കഥ തന്നെയാണ്. അതായത് ഒരാൾ ഒരു പട്ടിയെ മേടിച്ചു. ഈ പട്ടിക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാനും ഓടാനും പറ്റും. അപ്പോൾ ഇത് ഇയാൾക്ക് കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുറച്ച് കൂട്ടുകാരെയും കൊണ്ട് ഇയാൾ ഹണ്ടിങ്ങിന് പോയി. അങ്ങനെ ഒരു ലേക്കിൻ്റെ അവിടെ നിന്നിട്ട് ഇയാൾ അവിടെ നിന്നിട്ട് ഓരോ പക്ഷികളെ വെടിവെച്ചിടും. വെടിവെച്ചിട്ടിട്ട് ഇയാൾ ഈ പട്ടിയോട് പറയും പോയി പിടിച്ചോണ്ടാന്ന് പറയും. അവൻ വെള്ളത്തിന് മുകളിൽ കൂടെ കൂളായിട്ട് നടന്നു പോയിട്ട് പട്ടി ഈ പ്രാവിനെ പിടിച്ചോണ്ടിരും. അങ്ങനെ ഒരു 3-4 കഴിഞ്ഞിട്ടും ഈ കൂട്ടുകാരൻ ഒരു കമൻറ്റും പറയുന്നില്ല. ഇവൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മറ്റേ പയ്യൻ നമ്മുടെ ഫ്രണ്ട് അപ്രീഷിയേറ്റ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചാണ് ചെയ്യണത്. തിരിച്ചു പോണ വഴി ഇവൻ അങ്ങോട്ട് ചോദിച്ചു, നീ എൻ്റെ പട്ടിയെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അവൻ പറഞ്ഞു, ഞാനൊരു പ്രത്യേകത കണ്ടു, നിൻ്റെ പട്ടിക്ക് എന്താ നീന്താൻ അറിയില്ലേ, അത് നടന്നാണല്ലോ പോണേ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ. അതായത് ഓൾവേസ് ഫൈൻഡ് നെഗറ്റീവ് ഇൻ എവറി ആക്ഷൻ. അവർ നമ്മൾ വിളിക്കുന്നതാണ് പെസിമിസ്റ്റ്. ഒപ്റ്റിമിസ്റ്റും ഉണ്ട്, പെസിമിസ്റ്റും ഉണ്ട്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ബേസിക്കലി പെസിമിസ്റ്റാണ്. അതിനകത്ത് അവരുടെ ക്വാളിറ്റീസ് കുറച്ചെണ്ണം ശിവകര പറഞ്ഞ് ഞാൻ പറയാം, എല്ലാം പറയാൻ പറ്റില്ല. വൺ ഈസ് ദെയർ അൺഹാപ്പി. അവർക്ക് പ്രശ്നങ്ങൾ സംസാരിക്കാനില്ലാത്തപ്പോൾ ദെയർ അൺഹാപ്പി. അവർക്ക് എപ്പോഴും ഇതിൽ ഇഷ്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കണം. പിന്നെ എപ്പോൾ നോക്കിയാലും കംപ്ലയിൻസ് ആയിരിക്കും. അതിന് കംപ്ലയിൻറ്റ്, ഇതിന് കംപ്ലയിൻറ്റ്, ലൈറ്റ് ശരിയല്ല, ഫാൻ ശരിയല്ല, പോണ വഴിക്ക് ലൈറ്റ് കത്തുന്നില്ല, റോട്ടിൽ കുഴി, ദർ ആർ ഓൾവേസ് കംപ്ലയിൻറ്റ്സ്.
പിന്നെ പേടി കൂടുതലാണ് അവർക്ക്. ഫോർ എക്സാമ്പിൾ, അവർ ന്യൂസ് കേൾക്കുകയാണ്, അല്ലെങ്കിൽ വീഡിയോ കാണുകയാണ്, ഇത്രയും പേര് ലോകത്തിൽ എല്ലാ ദിവസവും 10,000 കാലത്ത് എഴുന്നേൽക്കുന്നില്ല ബെഡിൽ നിന്ന്, ദേ ഡൈ ഓൺ ദ ബെഡ് ഓൺലി. പിന്നെ അവർക്ക് ബെഡിൽ കിടക്കാൻ പേടിയാണ്. ഈ ഹാർഡ് വർക്ക് ചെയ്താൽ വിജയിക്കുന്നുള്ള കാര്യം അവർക്കറിയാം. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്തിന് വിജയിച്ച് ആർക്കൊക്കെ ഗുണം കിട്ടും? അതായത് എല്ലാത്തിനും നെഗറ്റീവ് കാണാമെന്നുള്ളതാണ്. പിന്നെ ഒരു വട കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ, നല്ല അടിപൊളി വട കൊടുക്കുകയാണെങ്കിൽ അവർ ആ വട നോക്കിയിട്ട് പറയും, നമ്മളെല്ലാവരും നല്ല ചൂട് വടയാണ് അടിപൊളിയാണെന്ന് പറയുമ്പോൾ അവർ പറയും, ഓ വടയുടെ നടുക്കുള്ള തുള വലുതായി പോയല്ലോ. അതായത് ഓൾവേസ് ടോക്കിംഗ് നെഗറ്റീവ്. പിന്നെ അവർക്ക് ആരോഗ്യം എൻജോയ് ചെയ്യാൻ പറ്റില്ല. അവരെപ്പോഴും ചിന്തിക്കുന്നു, നാളെ അസുഖം വന്നാൽ എന്ത് ചെയ്യും? ഇനി ഒപ്റ്റിമിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആരെന്ത് പറഞ്ഞാലും ശരി, അവരുടെ മനസ്സിനെ അവർ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. ദേ വിൽ കീപ് ദിയർ പീസ് ഓഫ് മൈൻഡ് നോർമൽ. അവരെപ്പോഴും സംസാരിക്കുന്നത് ആരോഗ്യത്തെക്കുറിച്ച്, ഹാപ്പിനെസ്സിനെ കുറിച്ചും പ്രോസ്പെരിറ്റിയെ കുറിച്ചായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ അവരുടെ ഫ്രണ്ട്സിനെയും ആ രീതിയിൽ കൊണ്ടുവരാൻ നോക്കും. ഓൾവേസ് റെക്കമെൻഡ് ഹെൽത്ത്, റെക്കമെൻഡ് ഹാപ്പിനെസ് ആൻഡ് റെക്കമെൻഡ് പ്രോസ്പെരിറ്റി. പിന്നെ എല്ലാത്തിൻ്റെയും പോസിറ്റീവ് സൈഡ് തന്നെ കാണും. പിന്നെ ദേ തിങ്ക് ഓൺലി ദ ബെസ്റ്റ്, വർക്ക് ഓൺലി ദ ബെസ്റ്റ് ആൻഡ് എക്സ്പെക്ട് ഓൾസോ ഓൺലി ദ ബെസ്റ്റ്. സോ ലെറ്റ് us be enthusiastic on other success. മറ്റുള്ളവർ വിജയിക്കുന്നതിൽ നമുക്ക് സന്തോഷം വരണം. എല്ലാവർക്കും ഒരു സ്മൈൽ കൊടുക്കും. പിന്നെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് ഫോക്കസ് ചെയ്യും. ദേ വിൽ ഓൾവേസ് ഫോക്കസ് ഓൺ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്സ്. ഈ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, കാലത്ത് നേരത്തെ എഴുന്നേൽക്കുക, ഗോ ഫോർ എക്സസൈസ്, നല്ല കാര്യങ്ങൾ കേൾക്കുക, ഇതെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വപരിവർത്തനമാണ്. സ്വപരിവർത്തനം ചെയ്യുമ്പോൾ വി ബിക്കം എ മാഗ്നറ്റ് ആൻഡ് ഓട്ടോമാറ്റിക്കലി പീപ്പിൾ വിൽ അട്രാക്റ്റ് യു. നിങ്ങൾക്ക് അട്രാക്ഷനാണ്. അതുമാത്രമല്ല, നമ്മൾ പോസിറ്റീവായിരിക്കുകയും ചെയ്യും. പിന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റിയാണ് ഡു ഇറ്റ് നൗ. ഒരു കാര്യം വിചാരിച്ചാൽ അപ്പോൾ ചെയ്യാം. ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ പറയും ശരി നാളെ തൊട്ട് തുടങ്ങാം, ഞാൻ നാളെ തൊട്ട് എക്സസൈസ് ചെയ്യും, ഞാൻ നാളെ തൊട്ട് തടി കുറയ്ക്കും, ഞാൻ നാളെ തൊട്ട് പഠിക്കാൻ തുടങ്ങും. ഈ നാളെ തൊട്ട് എന്നുള്ളത് കണ്ടിന്യൂസ്. അതിന് പറയുന്നത് പ്രോക്രാസ്റ്റിനേഷനാണ്. അപ്പോൾ അത് ശരിയല്ല. നമ്മുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഡു ഇറ്റ് നൗ. If you want to start doing yoga, do it today. Do it now. If you want to call somebody, do it now. Do you want to send an email? Do it now. You want to send a WhatsApp? Do it now. ഈ ഡു ഇറ്റ് നൗ എന്നുള്ള ആ ഒരു ക്വാളിറ്റി ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ് യു. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു നേച്ചർ എൻ്റെ ജന്മനാ ഉള്ള നേച്ചറാണ്. എനിക്കൊരു കാര്യം വിചാരിച്ചാൽ അപ്പം നടത്തണം. ഇപ്പോൾ എൻ്റെ അമ്മ പറയും ഇടയ്ക്കിടയ്ക്ക്, എടാ നിൻ്റെ ഈ ധൃതി കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്താ നീ മാസം തികയാതെ പ്രസവിച്ചാണെന്ന് തോന്നുമല്ലോ, നിനക്ക് എല്ലാത്തിലും ഓവർ ധൃതിയാന്ന് പറയും. എനിക്കൊരു കാര്യം വിചാരിച്ചാൽ ഡു ഇറ്റ് നൗ. ഞാൻ എപ്പോഴും എക്സ്പെരിമെൻറ്റ് ചെയ്യും. ഒരു ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ദോശയിൽ കുറേ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ദോശ ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന നേച്ചറുണ്ട്. അപ്പോൾ കുക്കിംഗ് സമയത്തൊക്കെ അമ്മ എന്നോട് പറയും, നിൻ്റെ ധൃതി പാടില്ല, നീ ചോറായിട്ടുണ്ടാക്കുക, കറിയായിട്ടുണ്ടാക്കുക. ഞാൻ സാധാരണ ചോറ് വെക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിനെല്ലാം കൂടി വേറെ വെക്കണേ. ആദ്യം അരി ഇടും, പച്ചക്കറി ഇടും, എല്ലാ സാധനവും ഇടും, എന്നിട്ട് ഒരുമിച്ച് വേവിക്കും. എന്നിട്ട് അതിൽ ഞാൻ തേങ്ങ അരച്ച് ചേർക്കും. അപ്പോൾ ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് പറ്റിയ സൂപ്പറാണ്. പക്ഷേ ആളുകൾക്ക് ട്രഡീഷണലിൽ നിന്നും മാറാൻ വയ്യ. എൻ്റെ റെസിപ്പ് പേറ്റൻ്റാണോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ വണ്ടർഫുൾ മകര സംക്രാന്തി. I am Narayan Poti here. Love you all. Thank you.